ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇംഗ്ലണ്ടിലെ ഗ്രാന്തം എന്ന സ്ഥലത്ത് നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രാമധ്യേ കിങ് ക്രോസ് എന്ന സിറ്റിയിലെ ഒരു സ്റ്റേഷനിൽ എൻ്റെ ആ ട്രെയിൻ അവിടെ വരെ ഉള്ളായിരുന്നു. അവിടെ ഇറങ്ങി. അപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈവനിങ് ടൈമിലേക്കാണ് അവിടെ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് 6 മണിയാകുമ്പം തന്നെ നേരം എന്ന് പറഞ്ഞാൽ എല്ലായിടവും ഇരുട്ട് വ്യാപിക്കും. അതാണ് ലൈറ്റ് എല്ലായിടവും കാണുന്നത്. ഫ്രൈഡേയിൽ സിറ്റിയിലൊക്കെ എല്ലാവരും ജോലിയും കഴിഞ്ഞ് അവർ കുറച്ച് സമയമൊക്കെ വെളിയിലൊക്കെ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ നിന്ന് ഇത്തിരി എൻ്റർടൈൻ ചെയ്തിട്ടൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ പോകത്തുള്ളൂ ഫ്രൈഡേയിൽ. അപ്പോൾ ആ സ്റ്റേഷന് വെളിയിലുള്ള ആ ഓപ്പൺ മൈതാനമാണ്. അവിടെയൊക്കെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ഒക്കെ ഇതുപോലെയുള്ള നാട്ടിലെ നമ്മൾ പറയുന്ന കണക്കുള്ള തട്ടുകട അല്ല, അതുപോലെയുള്ള പല വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകളൊക്കെ അവിടെ ഈ ഈവനിങ് ടൈമിൽ ഇത് സെർവ് ചെയ്യുന്നതാണ്. ആളുകളെല്ലാം അവിടെ നിന്ന് ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ടൊക്കെ വീട്ടിൽ പോകത്തുള്ളൂ. ഇത് ആ സ്റ്റേഷൻ്റെ കിങ് ക്രോസ് സ്റ്റേഷൻ്റെ ഒരു വശത്ത് ഉള്ള ആ ടിക്കറ്റ് കൗണ്ടറും അതുപോലെ തന്നെ ആ ട്രെയിനിൻ്റെ സമയങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന ഒരു ഏരിയയാണത്. ആളുകൾ വന്ന് അവിടെ നോക്കും. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന പോലെ ഓരോ ടൈമും അതിൻ്റെ പ്ലാറ്റ്ഫോം നമ്പറും ഒക്കെ നോക്കുന്നതിന് മുകളിൽ ആ മഞ്ഞ ബോർഡ് കാണുന്ന അതാണ്. വളരെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. 200 വർഷമായി വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ട്രെയിൻ സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗത്തേക്കുമുള്ള ഫാസ്റ്റ് ട്രെയിനുകൾ ഇതുണ്ട്. അവിടെ നിന്ന് ഓവർഗ്രൗണ്ടും ഉണ്ട്, അണ്ടർഗ്രൗണ്ടും ഉണ്ട്. ഭൂമിയുടെ അടിയിലേക്ക് ഉള്ള ട്രെയിൻ സർവീസും ഉണ്ട്. ഞാൻ ഇപ്പം വന്നത് ഓവർഗ്രൗണ്ടാണ്. അത് വളരെ ഫാസ്റ്റ് ട്രെയിനാണ്. അവിടെ നിന്ന് ലീഡ്സിൽ നിന്ന് വരുന്ന ട്രെയിനായിരുന്നു. ഞാൻ ഗ്രാന്തം എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് കയറി 1 മണിക്കൂർ കൊണ്ട് അവിടെ കിങ് ക്രോസിലെത്തി. അവിടെ നിന്നും എനിക്ക് വേറൊരു ട്രെയിനിൽ മാറി കയറി ഈസ്റ്റ് ലണ്ടൻ ഭാഗത്ത് വരണം. അത് ഒരു 30 മിനിറ്റ്സ് എടുക്കും ആ ട്രെയിൻ ജേണിക്ക്. ഇവിടെ സിറ്റിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞാൽ ഭയങ്കര ആളുകൾ പബ്ബിലും പിന്നെ ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ അവർ കുറച്ച് സമയം എല്ലാവരുമൊക്കെ ഇവിടുത്തെ സ്റ്റൈൽ അങ്ങനെയാണല്ലോ. മൺഡേ ടു ഫ്രൈഡേ ഹാർഡ് വർക്കും പിന്നെ ഫ്രൈഡേ വീക്കെൻഡൊക്കെ അവർ മാക്സിമം അവർ എൻ്റർടൈൻ ചെയ്യും. അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ ഇവർ സ്ട്രൈറ്റ് അങ്ങ് വീട്ടിലോട്ട് പോകത്തില്ല. ഒരുവിധമുള്ള നമ്മളെ വെള്ളക്കാരൊക്കെ അവരവിടെ നിന്ന് പബ്ബിലൊക്കെ നിന്ന് ബീറൊക്കെ കുടിച്ച് സംസാരിച്ച് വളരെ ലേറ്റായൊക്കെ വീട്ടിലെത്തത്തുള്ളൂ.
അത് ഒരു എൻജിനീയറുടെ ഒരു സ്റ്റാച്യു ആണ്. അതിൽ കംപ്ലീറ്റ് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ഇത് ശരിക്കും ലണ്ടൻ സിറ്റി ലൈഫിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എസ്പെഷ്യലി ആ ഫ്രൈഡേ നൈറ്റിൽ ഉള്ള ഒരു ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോണവരെല്ലാം വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെന്തായിരുന്നാലും കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യും. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ഭക്ഷണങ്ങളൊക്കെ മേടിക്കുകയും അവിടെ സംസാരിച്ച് കുറച്ച് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യും അവർ. ഇതെല്ലാം ടെമ്പററി ആയിട്ടുള്ള ഷോപ്പുകളാണ്. ഇവരൊക്കെ ഒരു ടൈമുണ്ട്, അത് കഴിയുമ്പോൾ അവരെല്ലാം അതെല്ലാം അവിടെ നിന്ന് മൂവ് ചെയ്യും. ഔട്ട്സൈഡിൽ ഉള്ള ഇതാണ്. അതായത് ഓരോ ഭക്ഷണങ്ങളാണ്. അടിയിൽ ഈ തീയുടെ കനലിട്ട് കൊടുത്തിട്ട് കോളിട്ട് കൊടുത്തിട്ട് ഇതുപോലെയുള്ള ബാർബക്യൂ പോലെയുള്ള ഭക്ഷണം ഓരോ കൺട്രിയിലെ ഓരോരുത്തരുടെയും ടർക്കിഷുകാരുടെയും അങ്ങനെയൊക്കെയുള്ള പല ലബനീസ് പലരുടെയും വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതൊക്കെ ലണ്ടൻ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പം ഈ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ആണ് ഈ സ്റ്റേഷനിലാണ് ഞാൻ ഇനി തിരിച്ച് എൻ്റെ പ്രദേശത്തോട്ട് പോണത്. അവിടെ നിന്ന് അണ്ടർഗ്രൗണ്ടാണ് ട്രെയിൻ. അവിടെയൊക്കെ ഓപ്പൺ സ്പേസാണ്. അവിടെയൊക്കെ സിറ്റിങ്ങിനുള്ള ഇതുണ്ട്. ആളുകളൊക്കെ അതാണ് ഞാൻ അവിടെയൊക്കെ കുറച്ച് സമയമൊക്കെ റിലാക്സ് ചെയ്തിട്ടൊക്കെ പോണതിനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. ഇതൊക്കെയാണ് കിങ് ക്രോസ് സ്റ്റേഷന് സമീപത്തുള്ള ഏതാണ്ടൊരു സന്ധ്യാസമയത്തൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.